വാർത്തകൾ വിശദമായി. ജർമ്മനിയിലെ ഔഗ്സ്ബർഗ് സീറോ മലബാർ സമൂഹം സന്ദർശിച്ച് കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട് ഔഗ്സ്ബർഗിലെ മലയാളി സമൂഹത്തിനോട് കൂടെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. നൂറുകണക്കിന് മലയാളികളാണ് ഈ അനുഗ്രഹ നിമിഷത്തിൽ പിതാവിനോടൊപ്പം പങ്കുചേർന്നത്. ഔഗ്സ്ബർഗിലെ കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ നിമിഷമായിരുന്നു കർദിനാൾ മാർ ജോർജ് കൂവക്കാട് പിതാവിന്റെ സന്ദർശനം. പിതാവ് തന്റെ ആദ്യ ജർമ്മൻ സന്ദർശനത്തിൽ തന്നെ ഔഗ്സ്ബർഗിലെ സീറോ മലബാർ സമൂഹത്തെ സന്ദർശിക്കുകയും വലിയ നോമ്പുകാലം തന്റെ പ്രഭാഷണത്തിലൂടെയും സാമീപ്യത്തിലൂടെയും അനുഗ്രഹപ്രദമാക്കുകയും ചെയ്തു. ഔഗ്സ്ബർഗ് രൂപതയിലെ സീറോ മലബാർ കോർഡിനേറ്ററായ റെവറൻഡ് ഫാദർ ബെന്നി പാലപ്പുറത്ത് MST കർദിനാളിനെ സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഔഗ്സ്ബർഗ് സീറോ മലബാർ സമൂഹത്തിന്റെ പ്രതിനിധിയായി ജിൻസ് ജേക്കബ്, ദീപ ടോം എന്നിവർ പിതാവിനെ ബൊക്ക കൊടുത്ത് സ്വീകരിച്ചു. തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട് പിതാവായിരുന്നു മുഖ്യ കാർമ്മികൻ. സഭയുടെ പാരമ്പര്യവും സാംസ്കാരിക പൈതൃകവും ജർമ്മനിയിൽ സംരക്ഷിക്കേണ്ടതിന്റെയും നിലനിർത്തേണ്ടതിന്റെയും ആവശ്യകത ഊന്നിപ്പറയുന്നതായിരുന്നു പിതാവിന്റെ പ്രസംഗം. പാവങ്ങളെ കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഫ്രാൻസിസ് പാപ്പയുടെ മാതൃക പ്രത്യേകം ഓർത്തു പറഞ്ഞു. ജർമ്മനിയിലെ വിവിധ രൂപതകളിൽ സേവനം ചെയ്യുന്ന ചങ്ങനാശ്ശേരി രൂപതയിലെ നിരവധി വൈദികർ ദിവ്യബലിയിൽ സഹകാർമ്മികരായിരുന്നു. അതോടൊപ്പം ഔഗ്സ്ബർഗ് രൂപതയിൽ സേവനം ചെയ്യുന്ന നിരവധി വൈദികർ സിസ്റ്റേഴ്സും ദിവ്യബലിയിൽ പങ്കെടുത്തു. ഔഗ്സ്ബർഗ് രൂപതയെ പ്രതിനിധീകരിച്ച വെരി റെവറൻഡ് ഫാദർ നിക്കോളസ് വുർസറിന്റെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾ പാരിഷ് ഹാളിൽ ഒത്തുകൂടുകയും കൂവക്കാട്ട് പിതാവിനോടൊപ്പം സൗഹൃദ സംഗമത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. കർദിനാളിന്റെ സാന്നിധ്യം സമൂഹത്തിലെ ഐക്യത്തെയും ആത്മീയതയെയും കൂടുതൽ ഉണർത്തുകയും വിശ്വാസികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത ആത്മീയ ഓർമ്മകൾ നൽകുന്നതുമായിരുന്നു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ യൂത്ത് കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട് പിതാവിനെ ഉപഹാരം നൽകി.